നട്ടാൻസ്, ഇസ്ഫഹാൻ ഈ 3 ന്യൂക്ലിയർ ഫെസിലിറ്റിയുമായിരുന്നു അമേരിക്കയുടെ ലക്ഷ്യമെന്ന് ഇറാനും ഇപ്പോൾ സമ്മതിച്ചിട്ടുണ്ട്. ഇറാൻ അവരുടെ മെസ്സേജിൽ പറഞ്ഞത് ഈ 3 ന്യൂക്ലിയർ ഫെസിലിറ്റിയിലും അമേരിക്കയുടെ ആക്രമണം ഉണ്ടായിരുന്നു. പൊതുജനങ്ങൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ ഉണ്ടായിരുന്നില്ല എന്നും സ്ഥിരീകരിച്ചു. മാത്രമല്ല, അമേരിക്ക പറയുന്നത് പോലെ ഈ 3 ന്യൂക്ലിയർ ഫെസിലിറ്റിയും അങ്ങനെ പൂർണ്ണമായും നശിപ്പിക്കാൻ സാധിക്കില്ല, നശിപ്പിച്ചിട്ടുമില്ല. അവിടെ ചെറിയ ചെറിയ കേടുപാടുകൾ സംഭവിച്ചു എന്നുള്ളത് സത്യമാണ്. അവയെല്ലാം എളുപ്പത്തിൽ ഞങ്ങളെ കൊണ്ട് പരിഹരിക്കാൻ കഴിയുമെന്നും ഇറാൻ പറഞ്ഞു. പക്ഷേ ഇതോടുകൂടി ഇറാൻ അവരുടെ മെസ്സേജ് അവസാനിപ്പിച്ചോ എന്ന് ചോദിച്ചാൽ ഇല്ല. വീണ്ടും പ്രധാനപ്പെട്ട ചില അപ്ഡേറ്റ്സ് അവർ നൽകിയിട്ടുണ്ട്. ഇവയെല്ലാം ഈ വീഡിയോയിലൂടെ വിശദമായി അറിയാം. ഹുസൈൻ ഷാരിയാത്ത് മദാരി, ഇദ്ദേഹം അയത്തുള്ള ഖമേനിയുടെ ഒരു പ്രതിനിധിയാണ്. അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങളിൽ നിന്നുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ ആരംഭിക്കാം. ഈ ഹുസൈൻ സാധാരണ വ്യക്തിയല്ല, അയത്തുള്ള ഖമേനിയുടെ ഒരു റെപ്രസെന്റേറ്റീവ് ആണെങ്കിൽ പോലും അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ, എടുക്കുന്ന തീരുമാനങ്ങൾ ഇതെല്ലാം ഇറാനിൽ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കും. അത്തരമൊരു വ്യക്തി പറഞ്ഞത്, ഒരേ സമയത്ത് അമേരിക്കയുടെ നാവൽ ബേസസ് എവിടെയെല്ലാം ഉണ്ട്, അവരുടെ എയർ ബേസസ് എവിടെയെല്ലാം ഉണ്ട് എന്നുള്ളത് കണ്ടെത്തി ഇറാൻ ഇപ്പൊ തന്നെ ആക്രമിക്കാൻ തുടങ്ങണം. അതുപോലെ തന്നെ സ്ട്രെയ്റ്റ് ഓഫ് ഹോർമസിലുള്ള ഗതാഗതം ഉടൻ അവസാനിപ്പിക്കണം. അങ്ങനെ അവസാനിപ്പിക്കുക മാത്രമല്ല, ജർമ്മൻ, ബ്രിട്ടീഷ്, ഫ്രഞ്ച്, അമേരിക്ക ഇവരുടെ എല്ലാം കപ്പലുകൾ വന്നാൽ അവയെല്ലാം നശിപ്പിക്കണം. ഇത്തരം ഒരു ഉത്തരവ് ഉടൻ തന്നെ പുറപ്പെടുവിക്കണം. ഇതാണ് നമ്മൾ അമേരിക്കക്കെതിരെ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആക്രമണം. ഇങ്ങനെ ഒരു കാര്യമാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ ഇറാനെതിരെയുള്ള അമേരിക്കയുടെ ഈ ഒരു ആക്രമണം കാരണം ഇറാൻ അമേരിക്കയുടെ ബേസിസിനെ ആക്രമിക്കും എന്ന് പറഞ്ഞാൽ പോലും ഇറാന്റെ മിസൈൽ റേഞ്ചിനുള്ളിലെ രാജ്യങ്ങൾ നമ്മൾ എടുത്തു നോക്കണം. അങ്ങനെ നോക്കിയാൽ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ഉണ്ട്, ഖത്തർ ഉണ്ട്, ബഹ്റൈൻ ഉണ്ട്, സൗദി അറേബ്യ ഉണ്ട്. ഇങ്ങനെയുള്ള ഏരിയയിലെല്ലാം അമേരിക്കയുടെ ബേസസും ഉണ്ട്. അപ്പോൾ അമേരിക്കയുടെ വ്യോമസേന അവരുടെ പല വിമാനങ്ങളെ സൗദി അറേബ്യയിൽ നിർത്തിവെച്ചിരുന്നു എന്നുള്ള വിവരം നമ്മൾ ഇതിനകം അറിഞ്ഞതാണ്. ബഹ്റൈനിൽ നിന്നും അവരുടെ മുഴുവൻ സേനയെയും മാറ്റി എന്നുള്ള വിവരവും അറിഞ്ഞു. ഖത്തറിലുള്ള അവരുടെ സൈനിക ബേസിസിനെയും എംടി ചെയ്യുന്നുള്ള വിവരം ലഭിച്ചിരുന്നു. അപ്പോൾ അമേരിക്കയ്ക്ക് നന്നായി തന്നെ അറിയാം ഇറാന്റെ പക്കൽ ഈ ഒരു റേഞ്ചിലുള്ള മിസൈൽസ് എല്ലാം ഉണ്ട്. അപ്പോൾ ഇവിടങ്ങളിലെല്ലാം ഒരു ആക്രമണം നടത്താൻ സാധ്യതയുണ്ട്. എല്ലാവരും ഇതിനെ ഇപ്പോൾ ഗൾഫ് ഓൺ ദി എഡ്ജ് എന്നാണ് പറയുന്നത്. അതായത് നാശത്തിന്റെ ഒരു മുനമ്പിലാണ്, വലിയൊരു ആക്രമണത്തിന്റെ മുനമ്പിലാണ് ഗൾഫ് റീജിയൻ ഉള്ളത്. ഇത് ആരെ കൊണ്ടും നിഷേധിക്കാനുമാകില്ല. ഒരു പക്ഷേ ഗൾഫ് മേഖലയിൽ അത്തരം ഒരു ആക്രമണം സംഭവിക്കുകയാണെങ്കിൽ പിന്നെ ലോകത്തിലെ എല്ലാവരെയും അത് ബാധിക്കുമോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും ആ ജോലി മുതൽ ക്രൂഡ് ഓയിൽ വരെ, ലോകത്തിന്റെ സമ്പദ് വ്യവസ്ഥ, സ്റ്റോക്ക് മാർക്കറ്റ്, ഇവയ്ക്കെല്ലാം ഇതൊരു പ്രശ്നം തന്നെയാണ്. അപ്പോൾ ഈ ആക്രമണം ഉടൻ തന്നെ അവസാനിച്ചാൽ ആർക്കും യാതൊരു പ്രശ്നവും ഉണ്ടാവുകയില്ല എന്ന് നമ്മൾ ചിന്തിക്കുമ്പോഴാണ് ഇറാൻ ഇതൊരു സാധാരണ രീതിയിൽ വിടില്ല. ഇറാൻ ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറയുന്നു. ഇസ്ഫഹാൻ ആയിക്കോട്ടെ, ഫോഡോ, ഇവിടങ്ങളിലുള്ള യുറേനിയം എൻറിച്ച്മെന്റ് ഒക്കെ ഞങ്ങൾ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റിയിട്ടുണ്ട്. അവിടെയുള്ള ആ എൻട്രി എക്സിറ്റ് ഡോറുകൾക്ക് മാത്രം ചില കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടാകാം. പക്ഷെ അതൊന്നും ഒരു പ്രശ്നമേ അല്ല എന്നാണ് ഇറാൻ പറയുന്നത്. എന്നാൽ ഇതൊക്കെ സത്യമാണോ എന്ന് ചോദിച്ചാൽ അടി വാങ്ങിയത് ഇറാനാണ്. അവർക്ക് എത്ര വലിയ വേദന സംഭവിച്ചു എന്നുള്ളത് അവർക്ക് മാത്രമേ അറിയാൻ സാധിക്കൂ. പക്ഷെ നമ്മുടെ വീക്ക്നെസ് എന്താണെന്നുള്ളത്, നമ്മുടെ ബലഹീനത ഒരിക്കലും ശത്രുക്കൾക്ക് കാണിച്ചു കൊടുക്കാൻ പാടില്ല. ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇറാൻ ഉള്ളത്. ഇറാന്റെ ഈ ന്യൂക്ലിയർ ഫെസിലിറ്റീസിനെ പൂർണ്ണമായും നശിപ്പിച്ചുവെന്ന് അമേരിക്ക പറയുന്നു. മറുവശത്ത് ഇത്ര സ്ട്രോങ് ആയി ഇതിവർ പറയുന്നുവെന്നുണ്ടെങ്കിൽ അതിന് പുറകിൽ അവരെടുത്തു വെച്ച ശക്തമായ ചുവടുകൾ ഉണ്ടാകും. 12 GU ബോംബ്സ് എന്നത് ഇതിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഇതാണ് സംശയം നമുക്ക് വർദ്ധിപ്പിക്കുന്നത്. കാരണം കൃത്യമായി കാൽക്കുലേറ്റ് ചെയ്ത് ആക്രമിച്ചിട്ടുണ്ട്. അമേരിക്ക ഇടയ്ക്ക് പറഞ്ഞിരുന്നു, ഒരു പക്ഷേ ഇറാന്റെ ന്യൂക്ലിയർ ഫെസിലിറ്റിക്കെതിരെ നമ്മൾ അറ്റാക്ക് നടത്തുകയാണെങ്കിൽ വെറുതെ തൊട്ടുകൊണ്ട് തിരികെ വരാൻ പാടില്ല, പൂർണ്ണമായും നശിപ്പിച്ച് മാത്രമേ വിടാവൂ എന്ന് ഇസ്രായേലിന് ഒരു ആശയം കൊടുത്തിരുന്നു. ഡൊണാൾഡ് ട്രംപ് തന്നെ ഇത് പറഞ്ഞു. ഇസ്രായേലിന് ഇങ്ങനെയുള്ളതിനെ നശിപ്പിക്കാനുള്ള ആയുധങ്ങളില്ല. അപ്പോൾ വെറുതെ തൊട്ടിട്ട് തിരികെ വന്നാൽ യാതൊന്നും സംഭവിക്കില്ല, തൊട്ടാൽ അതിനെ പൂർണ്ണമായും അവസാനിപ്പിച്ചിട്ട് മാത്രമേ തിരികെ വരാവൂ എന്ന്. എന്നാൽ അതിപ്പോൾ ഇവിടെ അമേരിക്ക ചെയ്തു തന്നെ കാണിച്ചിട്ടുണ്ട്. ഇവിടെ ഇസ്രായേലിന്റെ ഡിഫൻസ് മിനിസ്റ്റർ ഇദ്ദേഹം ഒരു അഭിനന്ദനം അറിയിച്ചു. അദ്ദേഹത്തിന്റെ മെസ്സേജ് നിങ്ങൾ തന്നെ നോക്കുക. ഐ കൺഗ്രാറ്റുലേറ്റ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഓൺ ഹിസ് ഹിസ്റ്റോറിക് ഡിസിഷൻ ടു ഡെസ്ട്രോയ് ദ 3 ന്യൂക്ലിയർ സൈറ്റ്സ് ഇൻ ഇറാൻ. ഈ 3 സൈറ്റ്സിനെയും പൂർണ്ണമായി നശിപ്പിക്കാൻ ട്രംപ് എടുത്ത തീരുമാനം, അതിനെ ഞങ്ങൾ അഭിനന്ദിക്കുന്നു. അതുപോലെ തന്നെ ഇസ്രായേലിന്റെ ഓപ്പറേഷൻ ഇനിയും തുടരുമെന്നും പറയുന്നു. ഇതോടുകൂടി ഓപ്പറേഷൻ അവസാനിച്ചു, ആക്രമണങ്ങളെല്ലാം കഴിഞ്ഞു എന്നൊക്കെ ഡിഫൻസ് മിനിസ്റ്റർ പറഞ്ഞിട്ടില്ല. പകരം നിങ്ങൾ അടിച്ച് നശിപ്പിച്ചിട്ടുണ്ട്, ഇതിന് ശേഷം ഞങ്ങളുടെ ആക്രമണം അവിടെ തുടരുമെന്നാണ് പറഞ്ഞത്. ഇറാനുള്ളിൽ ന്യൂക്ലിയർ വെപ്പൺസ് ഇല്ല എന്നുള്ളത് ഞങ്ങൾ ഉറപ്പുവരുത്തും. എങ്ങനെയായാലും ശരി,
ഇറാന് ന്യൂക്ലിയർ വെപ്പൺ ഒരിക്കലും ലഭിക്കില്ല എന്നുള്ളത് ഞങ്ങൾ ഉറപ്പുവരുത്തുക തന്നെ ചെയ്യും. അതുപോലെ ഇസ്രായേലിന്റെ ഒരു വലിയ സുരക്ഷ ഞങ്ങൾ അവിടെ ഉറപ്പുവരുത്തും. ഇറാന്റെ പക്കൽ അണുവായുധം ഇല്ല എന്നുണ്ടെങ്കിൽ അത് തന്നെയായിരിക്കും ഇസ്രായേലിന്റെ വലിയൊരു സുരക്ഷ. അതുവരെയും ഞങ്ങൾ തുടർച്ചയായി ഈ ഒരു യുദ്ധം ചെയ്യുമെന്നും പറഞ്ഞു. ഞങ്ങളുടെ നാഷണൽ സെക്യൂരിറ്റി ഇൻട്രസ്റ്റും അമേരിക്കയുടെ ഇൻട്രസ്റ്റും ഒന്ന് തന്നെയാണ്. ഇത് ഞങ്ങൾക്ക് വലിയൊരു ഭാഗ്യം തന്നെയാണ്. ഇതിനുശേഷം നെതന്യാഹുവിനും ഒരു അഭിനന്ദനം അറിയിച്ചു. ഇങ്ങനെ ഡിഫൻസ് മിനിസ്റ്ററിന്റെ ഭാഗത്തു നിന്ന് ഒരു വലിയ അഭിനന്ദന മഴ തന്നെ അവിടെ പൊഴിഞ്ഞു. ഇറാനുള്ളിൽ ആക്രമണത്തെ സംബന്ധിച്ച് ഇതിനകം സൗദി അറേബ്യ പറഞ്ഞിരുന്നു അവിടെ റേഡിയേഷൻ ലീക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന്. ഇപ്പൊ ഇറാനും പറഞ്ഞു നോ റേഡിയേഷൻ ലീക്ക്. അറ്റാക്ക് ന്യൂക്ലിയർ സൈറ്റ്സിൽ നടത്തിയതിനു ശേഷവും അവിടെ റേഡിയേഷൻ ലീക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് അവർ പറയുന്നു. ഇതും നമുക്കൊരു സംശയം വർദ്ധിപ്പിക്കുന്നുണ്ട്. കാരണം റേഡിയേഷൻ ലീക്കിനെ കുറിച്ചുള്ള കാര്യങ്ങൾ പെട്ടെന്ന് ഇറാൻ പറഞ്ഞാൽ ജനങ്ങൾ ഭയപ്പെടും. ജനങ്ങൾ മാത്രമല്ല മീഡിയ മുഴുവനും അതൊരു സെൻസേഷനാക്കി മാറ്റും. അപ്പോൾ ഈ റേഡിയേഷൻ ലീക്കിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ പുടിൻ പറഞ്ഞ കാര്യമാണ് നമ്മളിവിടെ ഓർത്തെടുക്കേണ്ടത്. ഒരു പക്ഷെ നിങ്ങൾ ന്യൂക്ലിയർ സൈറ്റിൽ ഒരു ആക്രമണം നടത്തി, അമേരിക്ക ന്യൂക്ലിയർ സൈറ്റിൽ ആക്രമണം നടത്തിയാൽ അടുത്ത ചെർണോബൈലായി അത് മാറാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ചെർണോബൈൽ ഇൻസിഡന്റ് നിങ്ങളുടെ മനസ്സിൽ വരണമെന്നുള്ള ഒരു മുന്നറിയിപ്പ് നൽകിയിരുന്നു. റേഡിയേഷൻ ലീക്കിനെ കുറിച്ച് എന്തുകൊണ്ട് ഇവിടെ വലിയ രീതിയിൽ സംസാരിക്കുന്നു എന്ന് ചോദിച്ചാൽ ഇവർ ആക്രമിച്ചതെല്ലാം ന്യൂക്ലിയർ സൈറ്റ്സിലാണ്, അതും അണ്ടർഗ്രൗണ്ടിൽ. ഇനി ഇറാൻ എത്ര പെട്ടെന്ന് ഇത് സമ്മതിക്കില്ല എന്ന് ഞാൻ പറയാൻ കാരണം അണ്ടർഗ്രൗണ്ടിലെ ഫെസിലിറ്റി നോക്കിയാൽ ഫോട്ടോ തന്നെ എടുത്താൽ 60 ഫീറ്റിനടിയിലാണ് ഒരു വലിയ കോൺക്രീറ്റ് സ്ട്രക്ചർ ചെയ്ത് അതിനടിയിലാണ് അവിടെ ന്യൂക്ലിയർ ഫെസിലിറ്റി ഉള്ളത്. എത്ര തന്നെ ഈ GBU-57 എന്ന ബോംബ് അത് അവിടെ ഇട്ടാലും 12 എണ്ണം ഇട്ടാലും ആ ന്യൂക്ലിയർ ഫെസിലിറ്റിയിൽ നിന്നും പെട്ടെന്ന് തന്നെ ഈ എല്ലാ എക്യുപ്മെന്റ്സും മാറ്റാൻ ഇറാന് സമയം ഉണ്ടാകുമോ എന്നുള്ളത് അടുത്തൊരു ചോദ്യമാണ്. ഇനി ഇതിന് മുൻപ് തന്നെ മാറ്റിയെന്നുണ്ടെങ്കിൽ ആ മാറ്റിയവയെല്ലാം ഇത്രത്തോളം സെക്യൂറായി അവർക്ക് മറ്റെവിടെയും സൂക്ഷിക്കാനും സാധിക്കില്ല. ഒരു വസ്തു സെക്യൂർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകണം. എന്നാൽ ആ സ്ഥലവും സുരക്ഷിതമായിരിക്കണമല്ലോ. ഉള്ളതിൽ സുരക്ഷിതമായ ഒരു സ്ഥലം അത് ഈ ഫോട്ടോ തന്നെയാണ്. അത്തരം ഒരു ഫോട്ടോയിൽ നിന്ന് ഞങ്ങൾ ഈ സാധനങ്ങളെല്ലാം മാറ്റിയെന്ന് ഇറാൻ പറയുന്നു. അപ്പോൾ അത്രയും സുരക്ഷ ഇല്ലാത്തൊരു സ്ഥലത്തിലേക്കായിരിക്കും അവർ മാറ്റിയിട്ടുണ്ടാവുക. ഇനി ഇസ്രായേലിന് അറിയാതെ ഇതൊക്കെ സംഭവിക്കുമോ എന്ന് ചോദിച്ചാൽ അതും സംശയമാണ്. കാരണം മിഡിൽ ഈസ്റ്റ് മുഴുവനും മൊസാദ് ഏജൻസി ഇങ്ങനെ പടർന്നു വിരിഞ്ഞ് കിടക്കുകയാണ്. ചെറുതായി ഇറാൻ ഒന്ന് തുമ്മിയാൽ പോലും ഇസ്രായേലിന് മനസ്സിലാകും ഇവിടെ ഇറാൻ ഒന്ന് തുമ്മിയെന്ന്. അത്രയും കംപ്ലീറ്റ് ഇന്റലിജൻസ് നെറ്റ്വർക്ക് വളരെ ശക്തമാക്കിയതിനു ശേഷമാണ് ഈ ഒരു അറ്റാക്ക് തന്നെ നടത്തിയിരിക്കുന്നത്. അപ്പോൾ ഇറാൻ പറഞ്ഞതുപോലെ അവരുടെ ഈ വസ്തുക്കളെല്ലാം ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് അത്ര പെട്ടെന്ന് മാറ്റിയിരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഇവിടെ അറിയാൻ കഴിയുന്നത്. അമേരിക്കയുടെ ഫ്ലൈറ്റ് ഇപ്പോൾ ഇസ്രായേലിലേക്ക് വരാൻ തുടങ്ങിയിട്ടുണ്ട്. കാരണം അമേരിക്കക്കാർ ആരെങ്കിലും അവിടെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എലൈറ്റ് ജൂതന്മാർ ആരെങ്കിലും അവിടെ ഉണ്ടെങ്കിൽ അവരെ എല്ലാം തിരികെ കൊണ്ടുപോകാനുള്ള പ്രവർത്തനങ്ങളിൽ അമേരിക്ക ഏർപ്പെട്ടിട്ടുണ്ട്. 2 പ്ലെയിൻസ് 67 വ്യക്തികളുമായി ഇപ്പോൾ ഇസ്രായേൽ ടു ഏതൻസിലേക്ക് പോയതായും വീണ്ടും 4 ഫ്ലൈറ്റുകൾ വരേണ്ടതായി എന്നും അറിയിച്ചു. അതും ഇതുപോലെ ആളുകളെ കൊണ്ടുപോകാനുള്ള പ്രവർത്തനങ്ങൾ ഏർപ്പെട്ടിട്ടുണ്ട്. IRGC ഇറാന്റെ ആർമിയെ സംബന്ധിച്ചിടത്തോളം US ബേസിലൊരു സർക്കിൾ എല്ലാം പറഞ്ഞവർ കാണിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ മിസൈൽസ് ഈ റേഞ്ചിലേക്കാണ് പോകുന്നത്, ഈ ഒരു ബേസിസിലെല്ലാം ഞങ്ങളുടെ അറ്റാക്ക് ഉണ്ടാകുമെന്നുള്ള രീതിയിൽ വാർത്തകൾ അവർ പുറത്തുവിട്ടിട്ടുണ്ട്. അമേരിക്കയിലെ പല സ്ഥലങ്ങളിലും ഇപ്പോൾ കനത്ത സുരക്ഷ തന്നെ നൽകിയിട്ടുണ്ട്. കാരണം ഇറാനിലാണ് ആക്രമിച്ചിരിക്കുന്നത്. തീർച്ചയായും ഇറാൻ വല്ലാത്ത ദേഷ്യം വന്നിട്ടുണ്ടാകും. അപ്പോൾ ഇറാന്റെ സപ്പോർട്ടേഴ്സ് അമേരിക്കയിൽ തന്നെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അമേരിക്കയ്ക്കുള്ളിൽ തന്നെ ഈ പ്രതിഷേധം പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാനായി എല്ലാ രാജ്യങ്ങളും വളരെ ശ്രദ്ധയോടുകൂടി നോക്കുന്നുണ്ട്. അപ്പോൾ ഇസ്ലാംസിന്റെ സപ്പോർട്ട് ഇറാന് വിദേശ രാജ്യങ്ങളിൽ നിന്നും ലഭിക്കും. എന്നാൽ അതേ ഇസ്ലാംസിന്റെ സപ്പോർട്ട് അറബ് രാജ്യങ്ങൾ വഴി ഇറാന് ഈ ഒരു യുദ്ധത്തിൽ ലഭിക്കുമോ എന്ന് ചോദിച്ചാൽ സീറോ സപ്പോർട്ടാണ്, വെറും സീറോ സപ്പോർട്ടാണ് ഉള്ളത്. പാകിസ്ഥാൻ പോലുള്ള രാജ്യങ്ങൾ ഇറാന്റെ മുതുകിൽ കുത്തേണ്ടത് എങ്ങനെയാണ് എന്ന് മാത്രമേ പറഞ്ഞു കൊടുക്കുകയുള്ളൂ. അല്ലാതെ ഈ താഴെ വീണ് കിടക്കുന്ന ഇറാനെ താങ്ങി പിടിക്കാനുള്ള ഒരു സാധ്യത അല്ലെങ്കിൽ ഒരു അവസരം പാകിസ്ഥാൻ പോലുള്ള രാജ്യങ്ങൾ എടുക്കില്ല. അവിടെയും ഷിയ സുന്നി പ്രശ്നം കൊണ്ടുവരും. തീർച്ചയായും അമേരിക്കയ്ക്ക് ഞങ്ങൾ സഹായം ചെയ്യുമെന്ന് ഈ അസീർ മുനിയൊക്കെ സത്യം ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. ഇതിനുശേഷം ചൈന പാകിസ്ഥാൻ ബന്ധം എങ്ങനെ ഉണ്ടാകുമെന്നുള്ളതൊക്കെ വീണ്ടും ശ്രദ്ധിക്കണം. ഇന്നലെ പോലും ചൈന ഒരു മുന്നറിയിപ്പ് മെസ്സേജ് കൊടുത്തിരുന്നു, പാകിസ്ഥാൻ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മുടെ ബന്ധത്തിൽ ചില വിള്ളലുകൾ സംഭവിക്കുമെന്ന്. ഇതുപോലെ വീണ്ടും പല അപ്ഡേറ്റ്സ് നമ്മൾ അറിയാനുണ്ട്. ഇസ്രായേലിന് നേരെ ഇറാൻ നടത്തിയ ആക്രമണത്തെക്കുറിച്ചുള്ള അപ്ഡേറ്റുകളാണ് അടുത്ത ഭാഗത്തിലൂടെ നമ്മൾ അറിയാൻ പോകുന്നത്. ഇവയെല്ലാം നിങ്ങൾ അറിയാനായി വോയിസ് ഓഫ് വീക്ക് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.